എങ്കിലും അനന്തേട്ടാ, എനിക്ക് എന്തോ പോലെ. നയനിയുടെ അച്ഛനെയും അമ്മയും അവിടെ വീട്ടിലിറക്കി വിട്ടതിന് ശേഷം തിരിച്ചു പോകുന്ന വഴിയാണ് ശരത്തിൻ്റെ പതിഞ്ഞ ശബ്ദം. അത് കേട്ടതും മഞ്ജുവും അനന്തനും അവനെ എന്തെന്നതുപോലെ നോക്കി. അല്ല, ആ നിശാന്ത് ചെയ്തത് തെറ്റായിരുന്നുവെങ്കിൽ നമ്മൾ ചെയ്തതും തെറ്റലേ. അവന് മുന്നിൽ കൊണ്ടിട്ട് കൊടുത്ത ബോഡി. എന്തൊക്കെ പറഞ്ഞാലും അതിനോട് നമ്മൾ അനാദരവ് കാണിച്ചില്ല എന്നൊരു സംശയം. അതിന് അത്രയ്ക്കുള്ള വില കൊടുത്താൽ മതി ശരത്തെ. അനന്തൻ ഗൗരവത്തോടെ പറയുമ്പോൾ കാര്യം എന്താണെന്നറിയാൻ ശരത്ത് അവനെ നോക്കി. അത് കണ്ടതും തൻ്റെ കാർ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടു അനന്തൻ. ആ ബോഡി ആരുടേതാണെന്ന് അറിയാമോ നിനക്ക്? അനന്തൻ ചോദിക്കുമ്പോൾ ശരത്ത് സംശയത്തോടെ ഇല്ലെന്ന് തല കുലുക്കി. അഞ്ജുവിൻ്റെ മുഖത്തും അതേ സംശയം തന്നെയായിരുന്നു. 1 മാസം മുൻപ് 3-4 പിഞ്ചു കുഞ്ഞിനെ കാമത്തോടെ പ്രാപിച്ചു കൊന്നൊരുത്തിയെ ഓർമ്മയിലെ വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നല്ലോ. അനന്തൻ ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ അറിയാമെന്നതുപോലെ അവർ അവനെ തന്നെ നോക്കിയിരുന്നു. അവർ രക്ഷപ്പെടുന്നതിനിടയിൽ ആക്സിഡൻറ്റിൽ മരിച്ചതായിരുന്നു. അവരുടെ ബോഡിയാണിത്. അതുകൊണ്ട് അവർ പുണ്യാത്മാവൊന്നുമല്ല. ഇനിയിപ്പോൾ അതോർത്ത് രണ്ടാൾക്കും ഉറക്കം നഷ്ടപ്പെടണ്ട. അനന്തൻ പറഞ്ഞു കേട്ടതും അവരുടെ കണ്ണുകളൊന്ന് തിളങ്ങി. ആ ബോഡി അനന്തേട്ടൻ എങ്ങനെ ഒപ്പിച്ചു? ശരത്ത് ഒന്നുകൂടെ നേരെ ഇരുന്നു കൊണ്ട് അവനെ ആകാംക്ഷയോടെ നോക്കി. ആൾ താമസമൊന്നുമില്ലാത്ത ആ വീട്ടിൽ നിന്ന് കുഴിച്ചെടുത്തു. അന്വേഷണമൊന്നും വരില്ലേ അനന്തേട്ടാ? അനന്തൻ്റെ നിസ്സാരമായ പറച്ചിൽ കേട്ടതും ഞെട്ടലോടെ ശരത്ത് അവനെ നോക്കി. വന്നാ എനിക്ക് പുല്ല്. അനന്തൻ്റെ ആ പറച്ചിൽ ശരത്തൊന്ന് ഇളിച്ചു കാണിച്ചു. അല്ലെങ്കിലും തൻ്റെ തെറ്റ. ഇങ്ങനെയൊന്നും അനന്തേട്ടനോട് ചോദിക്കരുതായിരുന്നു. ശരത്ത് പതി പിറുപിറുത്ത കേട്ടതും അഞ്ച് ശബ്ദമില്ലാതെ ഒന്ന് ചിരിച്ചു. പിന്നെ വീടെത്തുന്നത് വരെ ശരത്തിൻ്റെ വാ അനങ്ങിയിട്ടില്ല. എന്നാൽ ഗുഡ് നൈറ്റ് അനന്തേട്ടാ. കാർ പോർച്ചിൽ വണ്ടി നിർത്തിയതും ഒരു കോട്ട് വായിട്ടുകൊണ്ട് ശരത്ത് അനന്തനെ ഒന്ന് നോക്കി. അതിനമർത്തിയൊന്ന് മൂളിയവൻ. കയ്യിലെ സ്പെയർ ചാവി കൊണ്ട് തുറന്നുകൊണ്ട് ശരത്തത്തിൻ്റെ റൂമിലേക്ക് പോയതും അനന്തൻ അഞ്ജുവുമായി തങ്ങളുടെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തി അധികം സംസാരമൊന്നുമില്ലാതെ രണ്ടാളും ഫ്രഷായി നേരെ കിടക്കയിലേക്ക് വീണു. അത്രയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു അവർക്കും. അഞ്ജുവിനെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് കണ്ണടയ്ക്കുമ്പോൾ അനന്തൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു തണുപ്പ് നിറഞ്ഞു നിന്നിരുന്നു. രാവിലെ നിർത്താതെ അടിച്ച അനന്തൻ്റെ ഫോൺ ശബ്ദമാണ് അവനെ ഉണർത്തിയത്. ഉണർന്നതും ആദ്യം നോക്കിയത് തൻ്റെ ഇടതുവശത്തേക്കാണ്. അവിടെ അഞ്ജുവിനെ കാണാതെ വന്നതും അവൾ നേരത്തെ എഴുന്നേറ്റ് കാണുമെന്ന് ഓർത്തുകൊണ്ട് തൻ്റെ ഫോൺ കയ്യിലെടുത്തു അവൻ. പരിചയമില്ലാത്ത നമ്പർ കണ്ടതും ഒരു സംശയത്തോടെ കോളെടുത്ത് ചെവിയിൽ വെച്ചവൻ. ഹലോ. ആനന്ദൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം അവിടെ മുഴങ്ങി. ഓ, മനസ്സിലായി. നിശാന്തിൻ്റെ അച്ഛൻ മേനോൻ. എന്താ ഡോക്ടർ? വിളിക്കുന്നത് നിശാന്തിൻ്റെ അച്ഛനാണെന്ന് മനസ്സിലായത് മന്ദൻ മുഖത്ത് വിരിഞ്ഞ പൊച്ചത്തോടെ തന്നെ ചോദിച്ചു. ഇന്നിപ്പോൾ ഞാനും വൈഫും കൂടി ഒരു യാത്ര പോവുകയാണ്. അതിൻ്റെ ഒരുക്കത്തിലായിരുന്നു. ഒത്തിരി സമയമെടുക്കുമോ? ഉള്ളിൽ വിരിഞ്ഞ ചിരിയോടെ ആനന്ദൻ ചോദിക്കുമ്പോൾ മറുവശത്തും എന്തോ മറുപടി കിട്ടിയതും അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് ഫോൺ വെച്ചു. ആനന്ദേട്ടനെ ഉണർന്നോ? എന്നാൽ ഞാൻ കോഫി എടുത്തിട്ട് വരട്ടെ. റൂമിലേക്ക് കയറി വന്ന അഞ്ജു കാണുന്നത് ബെഡിൽ എഴുന്നേറ്റിരുന്ന് എന്തോ ആലോചിക്കുന്ന അനന്തനെയാണ്. ഇപ്പോൾ വേണ്ട, എനിക്ക് രാവിലെ ഒരാളെ കാണാൻ പോകണം. നീ എന്തായാലും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. നമുക്ക് വന്നിട്ട് ഇന്ന് തന്നെ പോകണം. അനന്തൻ എഴുന്നേറ്റ് നിന്നുകൊണ്ടെന്ന് ശരീരം സ്ട്രെച്ച് ചെയ്തു. അഞ്ജുവിൻ്റെ മൂക്കിൻ തുമ്പിലൊന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. എവിടെ പോകുന്ന കാര്യമാണ്? അഞ്ജു വിടർന്ന കണ്ണുകളോട് ചോദിച്ചു. അന്ന് നമ്മൾ പോയില്ലേ നില, അവിടെ തന്നെ. ഇനിയിപ്പോൾ എൻ്റെ സസ്പെൻഷൻ തീരുന്നത് വരെ നമ്മൾ രണ്ടും അവിടെയായിരിക്കും. ചെറിയൊരു ഹണിമൂൺ. അനന്തൻ ചീരിയോടെ പറഞ്ഞ കേട്ടതും മഞ്ജു അവനെ നോക്കിയെന്ന് തല കുലുക്കി. അത് നോക്കി അവൻ ബാത്റൂമിൽ കയറുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അഞ്ജു. ഡോക്ടർ എന്താ കാണണമെന്ന് പറഞ്ഞത്? തൻ്റെ മുൻപിൽ നിൽക്കുന്ന മേനോനെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് കണ്ണിലുണ്ടായിരുന്ന ഗ്ലാസ് ഒന്നുകൂടി ഉറപ്പിച്ചു വെച്ചു അനന്തൻ. മുന്നിൽ നിൽക്കുന്നയാൾ വല്ലാതെ ക്ഷീണിതനായിരുന്നു. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാകും. മാനസപുത്രൻ്റെ വിവരമൊന്നും ഇല്ലാത്തത് കൊണ്ടാകും. പുച്ഛത്തോടെ മനസ്സിൽ ഓർത്തു അവൻ. എൻ്റെ മോൻ, അവനെ കാണാനില്ല അനന്തൻ. നിങ്ങൾ തന്നെയല്ലേ അവനെ രക്ഷപ്പെടുത്തി വിട്ടത്? എന്നിട്ട് അവനെവിടെ? മേനോൻ അമർഷത്തോടെ ചോദിക്കുമ്പോൾ അതിശയിച്ചെന്നതുപോലെ അനന്തൻ തൻ്റെ കണ്ണിലും ഗ്ലാസ് ഊരിയെടുത്തു. സാർ എന്താ ഈ പറയുന്നത്? സാർ തന്നെയല്ലേ മകൻ്റെ കൂടെ പുറത്ത് കിടക്കുന്ന കാറിൽ കയറാൻ പറഞ്ഞത്? ഇതിലെങ്ങും ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അവൻ രക്ഷപ്പെട്ടപ്പോൾ ഞാൻ കണ്ണടച്ചു. ഗൗരവത്തോടെ അനന്തൻ ചോദിക്കുമ്പോൾ അത് അയാൾക്കും അറിയാവുന്നതുപോലെ മൗനമായിരുന്നു മേനോൻ. ചിലപ്പോൾ എല്ലാം ഒന്ന് കലങ്ങി മാറി നിൽക്കുന്നതാണെങ്കിലോ? സാർ അങ്ങനെ ഓർത്ത് സമാധാനിക്കേ. മേനോനെ ഇരുത്തി നോക്കിക്കൊണ്ട് അനന്തൻ പറഞ്ഞതും അയാൾ വിഷമത്തോടെ അനന്തനെ മുഖം ഉയർത്തി നോക്കി. എൻ്റെ ഒരേ ഒരു മകനാണ് അനന്ത. അവൻ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. മേനോൻ്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന നിശാന്തിനുള്ള സ്നേഹം കാണി അനന്തന് പുച്ഛമാണ് തോന്നിയത്. ഒരു ഹോസ്പിറ്റലിലെ MD ആയ ഇയാൾ അറിയാതെ എന്തായാലും മകൻ അത്രയും ധൈര്യത്തോടെ ആ മോർച്ചറിയിൽ കയറി അങ്ങനെ ഒരു ചെറ്റത്തരം ചെയ്യില്ലെന്ന് ഊഹിക്കാം. എന്നിട്ടും അതൊക്കെ കാറ്റിൽ പറത്തി അവനെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ അയാളുടെ സ്നേഹം കാണി അനന്തന് വല്ലാത്ത അമർഷമായിരുന്നു തോന്നിയത്. എനിക്കറിയില്ല സാർ. മുകളിൽ നിന്നുമുള്ള ഓർഡർ ഞാൻ അതുപോലെ അനുസരിച്ചേ നേടൂ. പിന്നെ 1 മാസം വരെ എനിക്ക് സസ്പെൻഷനുമാണ്.
അനന്തൻ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നത് പോലെ പറഞ്ഞതും മേനോൻ തല കുലുക്കി. ആനന്ദന് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കാൻ വന്നതാ ഞാൻ. അയാൾ ഇടറിയ ശബ്ദത്തിൽ പറയുമ്പോൾ ആനന്ദനൊന്ന് മൂളി. ശരി അനന്ത, എൻ്റെ മകൻ എവിടെയെങ്കിലും കാണും. അവൻ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കാം. അതിനല്ലേ പറ്റൂ. അതും പറഞ്ഞു പോകുന്ന മേനോനെ നോക്കി അനന്തൻ ഒരു ദീർഘശ്വാസം എടുത്തു. പിന്നെ പുച്ഛത്തോടെ ചീരിച്ചുകൊണ്ട് തൻ്റെ കരുതുന്ന ഗ്ലാസ് തിരികെ തൻ്റെ കണ്ണിലേക്ക് വെച്ചു. പോയി അന്വേഷിക്കാൻ, അവൻ്റെ ബോഡി പോലും കാണിക്കില്ല തന്നെ. നിശാന്തിനുള്ള ദേഷ്യത്തിൽ പല്ല് കടിച്ചു പോയി അവൻ. ഈ പ്രാവശ്യവും എന്നെ കൊണ്ടുപോകില്ലെന്ന് തന്നെയാണോ അനന്തേട്ടാ? തൻ്റെയും അഞ്ജുവിൻ്റെയും പെട്ടികളെല്ലാം കാറിൻ്റെ ഡിക്കിയിൽ എടുത്തു വെച്ച് തിരിഞ്ഞ ആനന്ദൻ്റെ പിന്നിൽ വന്നുകൊണ്ട് ശരത്ത് ചോദിച്ച കേട്ടതും ആനന്ദൻ അവനെ നിരൂക്ഷമായി നോക്കി. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അത് അനന്തേട്ടൻ മറക്കരുത്. ശരത്തിൻ്റെ കുത്തി വീർത്ത മുഖം കണ്ടതും ചിരി ഒതുക്കി പിടിച്ചുകൊണ്ട് അഞ്ജു എല്ലാവരോടും യാത്ര പറയുന്ന തിരക്കിലായിരുന്നു. ഒരേ ഒരു അളിയനല്ലേ എന്ന് കരുതി ക്ഷമിക്കാനൊക്കെ ഒരു പരിധിയുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ എങ്ങാനും നിന്നു, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് പാക്ക് ചെയ്ത് കളയും. അവിടെ ഇതുപോലത്തെ സ്വാതന്ത്ര്യമൊന്നും കാണില്ലെന്ന് ഓർത്തു. എന്തൊക്കെ പറഞ്ഞാലും ശരത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇത്തിരി സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിൽക്കാൻ അധികം താല്പര്യമൊന്നുമില്ല. മിക്ക ദിവസവും മാളുവിനെയും കൊണ്ട് ഇവിടേക്ക് വരുന്നത് ശരത്തിൻ്റെ ഒരു പതിവായിരുന്നു. അവൾ പിന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അവളെ നോക്കാനെന്നും പറഞ്ഞ് ഇവിടെ തന്നെ സ്ഥിരം. കുഞ്ഞുണ്ടായതിനു ശേഷമാണെങ്കിൽ വീട്ടിലേക്ക് പോകുന്ന കാര്യം പോലും മിണ്ടുന്നില്ല. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും വലിയ പരാതി ഒന്നുമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് കൂടിയിരിക്കുകയാണ് ശരത്ത്. അവർ യാത്രയയക്കാൻ അപ്പുറത്തുനിന്ന് മുത്തശ്ശിയും ചന്ദ്രികയും ഒക്കെ വന്നിരുന്നു. എല്ലാവരോടും ചിരിയോടെ പറഞ്ഞിട്ട് ശരത്തിന് ചെവിയിൽ അമർത്തി പിടിച്ചു അനന്തൻ. ആ, അതിന് ഞാനിപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ അനന്തേട്ടാ. പിന്നെ എന്തിനാ എൻ്റെ ചെവി പൊന്നാക്കുന്നത്? ചെവിയുടെ വേദനയിലൊന്ന് ചാടിക്കൊണ്ട് ശരത്ത് ചോദിച്ചു കേട്ടതും അവനെയും കൊണ്ട് അല്പം നീങ്ങി നിന്നു അനന്തൻ. ഇങ്ങനെ കുട്ടികളെ കളിച്ച് നടക്കുന്നിടയിൽ നിനക്ക് തന്ന ജോലിയുടെ കാര്യം മറക്കരുത്. ആരും കാണില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അവരെയും കൊണ്ട് നീ അവിടേക്ക് പോകാൻ, മനസ്സിലായല്ലോ? കളിയൊക്കെ വിട്ടാൻ ഗൗരവത്തിലായതും ശരത്ത് മുഖഭാവം നേരിയാക്കിക്കൊണ്ട് ഒന്ന് തല കുലുക്കി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. അപകടത്തിലൊന്നും ചെന്ന് ചാടരുത്. എപ്പോഴും സൂക്ഷിച്ചു പോകണം. ശരത്തിനെ ഒന്ന് പുണർന്നുകൊണ്ട് അനന്തൻ പറഞ്ഞ കേട്ടതും അവൻ്റെ തോളിലൊന്ന് അമർത്തി പിടിച്ചിരുന്നു ശരത്ത്. എന്താടാ? കെട്ടിപ്പിടിച്ചതുപോലെ അവനെ പിന്നിലേക്ക് തള്ളി നീക്കി അനന്തൻ. എൻ്റെ ചെവി പിടിച്ച് തിരിച്ചില്ലേ, അതിൻ്റെ കണക്ക് ഇങ്ങനെ തീർത്തെന്ന് കരുതിയാൽ മതി. ശരത്ത് നല്ലോണം ചിരിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും അനന്തൻ തലയൊന്ന് കുടഞ്ഞു പോയി. പിന്നെ അവനെ നോക്കിന്ന് കണ്ണൂട്ടിക്കൊണ്ട് കാറിലേക്ക് കയറി. കൂടെ ഒന്ന് ചിരിച്ചുകൊണ്ട് അഞ്ജുവും. എന്നാൽ പിന്നെ നമ്മുടെ മാത്രം സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാലോ? കാറിൻ്റെ കീ തിരിക്കുന്നതിനൊപ്പം അനന്തൻ ചോദിച്ചതിന് ചിരിയോടെ അഞ്ജു തല കുലുക്കി. അത് കണ്ടൊരു ഇളം ചിരിയോടെ കാർ മുന്നോട്ടെടുക്കുമ്പോൾ അഞ്ജുവും ഒത്തുള്ള സുന്ദരമായൊരു ജീവിതം സ്വപ്നം കണ്ട് തുടങ്ങിയവൻ. ഇവന് വേറെ ജോലിയൊന്നുമില്ലേ? എന്നും ഇങ്ങനെ എൻ്റെ പുറകെ നടക്കാൻ തന്നെയാണോ ഇവൻ്റെ പണി? ആനന്ദൻ്റെ കാർ സിറ്റി കടന്നതും എതിരെ വന്നൊരു കാർ അവനെ വട്ടം പിടിച്ചത് കണ്ടതും അഞ്ജുവും ആനന്ദനും മുന്നിലേക്ക് നോക്കി. അവിടെ പുറകുവശത്തും ഇറങ്ങി വരുന്ന അഭിയെ കണ്ട് ആനന്ദൻ നെറ്റിയിലൊന്ന് കൈവച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അഞ്ജുവിന് ചിരി വന്നു. സത്യത്തിൽ ഇപ്പോൾ അഭിയെ കാണുമ്പോൾ ആദ്യം ചിരിയാണ് വരുന്നത്. എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറഞ്ഞ് വീണ്ടും എനിക്ക് തായുമെന്നും പറഞ്ഞു വരുന്നവനെ കാണുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും? നിനക്ക് എന്താണ് വേണ്ടത്? ഗൗരവത്തോടെ ആനന്ദൻ്റെ അരികിലേക്ക് വന്നവൻ ആനന്ദൻ്റെ കാറിൽ നിന്നും ഇറങ്ങി അവൻ്റെ നേരെ ഒന്ന് ചിരിയത് കണ്ടതും അഭി പെട്ടെന്നൊന്ന് സ്റ്റക്കായിപ്പോയി. എൻ്റെ ജീവൻ തകർത്തത് നിങ്ങൾ ഒറ്റ ഒരുത്തനാണ്. ആദ്യത്തെ പകപ്പ് മാറിയതും അഭി രോക്ഷമായ സ്വരത്തിൽ പറഞ്ഞു കേട്ടതും ആനന്ദൻ ബാക്കി കേൾക്കട്ടെ എന്നതുപോലെ കാറിൽ ചാരിത്തന്നെ നിന്നു. നീ ഇപ്പോൾ ഏത് കൈ കണ്ടോ ആഹാരം കഴിക്കുന്നത്? ആനന്ദൻ സമാധാനത്തോടെ ചോദിച്ചു കേട്ടതും അഭിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞുപോയി. ആനന്ദൻ്റെ നോട്ടം തന്നെ പ്ലാസ്റ്റിക് ചുറ്റിവെച്ച വലത് കൈയിലാണെന്ന് കണ്ടതും അഭി ഒരടി പിന്നിലേക്ക് നീങ്ങി സ്പൂൺ വെച്ച്. പതറിക്കൊണ്ടുള്ള അഭിയുടെ പറച്ചിൽ കേട്ടതും സത്യത്തിൽ ആനന്ദന് ചിരിയാണ് വന്നത്. ഇപ്പോൾ അവനെ ഉപദ്രവിക്കണമെന്നൊന്നുമില്ല. എങ്കിലും ഇങ്ങനെ മുന്നിൽ കയറി തടസ്സം പോലെ നിൽക്കുമ്പോൾ കൈ വയ്ക്കാതെ പോകുന്നത് എങ്ങനെയാ? ആ ഓർമ്മയിൽ ആനന്ദൻ സ്വന്തം നെറ്റിയിലൊന്ന് വിരൽ അമർത്തി വെച്ച് അവനെ മൊത്തത്തിൽ നിന്ന് നോക്കി. നിനക്കിത് എന്തിൻ്റെ കേടാ അഭി? ഞങ്ങളെ പുറകെ ഇങ്ങനെ നടക്കുന്ന നേരം കൊണ്ട് വേറെ ആരെങ്കിലും സെറ്റ് ചെയ്യാൻ നോക്ക്. അല്ലാതെ ടെസ് ഇറങ്ങിയിട്ട് അവളും മൊത്തം ജീവിക്കാമെന്ന് കരുതണ്ട. അവൾ ഇറങ്ങി നിന്നെ കളഞ്ഞ് വേറെ പൊയ്ക്കളയും. ആനന്ദൻ്റെ അടിയിൽ വന്നുകൊണ്ട് അഞ്ചി കളിയേക്കുന്ന സ്വരത്തിൽ പറഞ്ഞു കേട്ടതും അഭി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ആനന്ദേട്ടൻ നിന്നെ തല്ലുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ ഞങ്ങളുടെ പിന്നാലെ നടന്നാൽ കൈയും കാലും ഒക്കെ ഓടിഞ്ഞുകൊണ്ടേയിരിക്കും. അഞ്ചു പറഞ്ഞ കേട്ടതും അഭി ഒന്ന് പരുങ്ങി. പിന്നെ നിൻ്റെ ജീവിതം ഞാൻ തകർത്തെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണെന്ന് കൂടി എനിക്ക് പറഞ്ഞു തരണം. നീ ഈ പെണ്ണിനെ കെട്ടിക്കൂടെ പൊറപ്പിച്ചിട്ട് ആ മറ്റുകളുമായി കറങ്ങി നടന്നതിന് ഞാൻ അങ്ങനെ കുറ്റക്കാരനാകും. പിന്നെ ഇവളെ നേടാൻ ഒരവസരം വന്നപ്പോൾ ഞാനത് മുതലാക്കി. അതിൽ എനിക്കൊരു തെറ്റും തോന്നില്ല. ആനന്ദൻ പറഞ്ഞു കേട്ടതും അബി അവനെ നോക്കിയെന്ന് പല്ല് കടിച്ചു. നിൻ്റെ ഈ രണ്ടു കാലം തല്ലി ഒടിച്ച് എവിടെയെങ്കിലും ഇട്ടാൽ നീ നന്നാകുമോ? സത്യം പറഞ്ഞാൽ നിന്നോടൊന്നും വഴക്കിടാനുള്ള മൂടൊന്നും കാണില്ല എനിക്ക്. ഇതാകുമ്പോൾ ഇപ്പം അങ്ങ് പണി തീർക്കാം. ആനന്ദൻ പറഞ്ഞു കേട്ടതും അബി തൻ്റെ വലത് കൈ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് കുറച്ചുകൂടി പിന്നിലേക്ക് നീങ്ങി.
നിങ്ങളെൻ്റെ ജീവിതം തകർത്തത് കൊണ്ട് ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയാൻ വന്നതാ. അബി എന്ന് ചുറ്റും കണ്ണു ഓടിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും അവർ രണ്ടുപേരും കാര്യം മനസ്സിലാകാതെ അവനെ തന്നെ നോക്കി. ഡൽഹിയിലേക്ക് പോവുകയാണ്. ചേച്ചിയുടെ അടുത്ത് അച്ഛനും അമ്മയും കൂടെയുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ സെറ്റിലാകും. അല്ലാതെ മാന്യം മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കാനുള്ള വകുപ്പെല്ലാം ഇല്ലാതാക്കിയല്ലോ സാറ്. അനന്തനെ നോക്കി കടുത്ത സ്വരത്തിൽ അബി പറഞ്ഞതും ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവനിൽ മുഖം തിരിച്ചു അനന്തൻ. അവസാനമായി നിന്നോടൊരു കാര്യം പറയാൻ വന്നതാ ഞാൻ. അബി അഞ്ജുവിനോട് പറഞ്ഞു കേട്ടതും അനന്തൻ്റെ പുരികം ഒന്ന് ചൊളിഞ്ഞു. എനിക്ക് പറ്റിയതുപോലെ ഒരു തെറ്റ് ഇയാളക്കാരന് സംഭവിച്ചാൽ നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമോ? കാത്തിരിക്കട്ടെ ഞാൻ. അബി ചോദിച്ചു തീർന്നതും അനന്തൻ അവൻ്റെ തല പിടിച്ച് തന്നെ കാറിൻ്റെ ബോണറ്റിൽ ഒന്ന് ഇടിപ്പിച്ചു. എൻ്റെ കൺമുന്നിൽ എവിടെയെങ്കിലും മാറിപ്പോടാ. അനന്തൻ എന്ന് ചാടിയതും വേദനിക്കുന്ന തല ഒന്ന് അമർത്തി പിടിച്ചുകൊണ്ട് അബി വന്ന കാറിലേക്ക് തന്നെ കയറി. ഇവൻ ഇനി എൻ്റെ കൺമുന്നിൽ വരാതെ ഇരുന്നാൽ അവനെ കുറച്ചുകൂടി ആയുസ് കാണും. അബിയുടെ കാർ അവിടെ നിന്ന് നീങ്ങിയതും ആനന്ദനൊരു ആത്മകഥം എന്നതുപോലെ പറഞ്ഞു. അത് കേട്ടൊരു ചിരിയുടെ അഞ്ജു അവനോട് ചേർന്ന് നിന്നു. പോകുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു അനന്തേട്ടാ. ഇതിപ്പോൾ ഉറക്കം എഴുന്നേറ്റ ഉടനെ അനന്തേട്ടനെ കാണുന്നത് ഞാനൊന്ന് പേടിച്ചു. ജോഗിങ് കഴിഞ്ഞ് കയറി വരുന്ന അനന്തനെ കണ്ടതും അഞ്ജു അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇന്നലെ നല്ലൊരു യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കില്ല നീ? ആ പപ്പനെ വിളിച്ചു നടത്താൻ തോന്നിയില്ല. എങ്കിലും മേശമേൽ ഞാനൊരു പേപ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അഞ്ജുവിൻ്റെ മൂക്കിൻ തുമ്പിലൊന്ന് പിടിച്ചുകൊണ്ട് അനന്തൻ പറഞ്ഞു കേട്ടതും അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു അവൾ. അങ്ങനെ അങ്ങ് പിണങ്ങി പോകലെന്നില്ല. ആനന്ദേട്ടൻ എൻ്റെ പൊന്നിൻ്റെ പിണക്കൊന്ന് തീർക്കട്ടെ. അടുക്കളയിലേക്ക് പോകാമെന്ന അഞ്ജുവിനെ പുറകിലൂടെ ഇന്ന് പിടിച്ചു ഉയർത്തിക്കൊണ്ട് അനന്തൻ അവളെ കാതിൽ ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് ഒന്ന് കുതറി അവൾ. വിട്ടേ, പോലീസാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വല്ലാത്ത പഞ്ചാരയാ. അവൻ്റെ കയ്യിൽ നിന്ന് തല്ലിക്കൊണ്ട് അത് പറയുമ്പോൾ അഞ്ജുവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു നിന്നിരുന്നു. അതെന്നാടി, പോലീസുകാർക്ക് പ്രേമിച്ചൂടെ? അവരും മനുഷ്യർ തന്നെയാണ്. സുന്ദരിയെ ഭാര്യനെ കുളിച്ചൊരുങ്ങി മുന്നിൽ നിൽക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള കൺട്രോളെ അവർക്കും കാണൂ. അഞ്ജുവിനെ താഴെ നിർത്തി തനിക്ക് നേരെ തിരിച്ചുണ്ട് അവളെ ചുണ്ടിൽ നിന്ന് നുണഞ്ഞു വിട്ടവൻ. പെട്ടെന്നുള്ള അനന്തൻ്റെ പ്രവൃത്തിയിരുന്ന് സ്റ്റക്കായി പോയെങ്കിലും നാണത്തോടെ അവനെ നെഞ്ചിലടിച്ചവൾ. അത്രയ്ക്കായോ? എൻ്റെ പെണ്ണെ ആടെയും ശല്യമില്ലാതെ സ്നേഹിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിൽ മുടക്കം നിന്നാലുണ്ടല്ലോ, പിന്നെ നിനക്കൊട്ടും റെസ്റ്റ് തരില്ല ഞാൻ. സാരി വിടവിലൂടെ പുറത്ത് കാണുന്ന അഞ്ജുവിൻ്റെ ഇടുപ്പിൽ കൈ ഇഴച്ചുണ്ടാകുന്ന പറയെ ചുവന്ന് കയറിപ്പോയി അവളുടെ മുഖം. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അപ്പോഴേക്കും എൻ്റെ ഭാര്യ കഴിക്കാനെടുക്ക്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് സ്നേഹിക്കാം. ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിക്കോളാം. അഞ്ജുവിൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അതും പറഞ്ഞ് കയറിപ്പോകുന്ന അനന്തനെ സ്നേഹത്തോടെ നോക്കി നിന്നവൾ. ഒത്തിരി കഷ്ടപ്പെടുത്തിയോടി. കുറച്ചായാലേ നിന്നെന്ന് അറിഞ്ഞിട്ട്. അതിൻ്റെ ആവശ്യം ഇത്തിരി കൂടിപ്പോയി. അഞ്ജുവിൻ്റെ ചുവന്ന് കിടക്കുന്ന ചുണ്ടിലെന്ന് കൂടെ മുത്തിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അനന്തൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് പതിയെന്ന് പുഞ്ചിരിച്ചവൾ. എന്തേ ചിരിച്ചു കളഞ്ഞത്? മറുപടി താടി. അഞ്ജു ഒന്നും പറഞ്ഞില്ലെന്ന് കണ്ടതും അവളെ താടിത്തുമ്പിൽ പിടിച്ച് ആമുഖമെന്ന് ഉയർത്തിയവൻ. അല്ലെങ്കിൽ എന്നെ ആവേശമില്ലാത്തത്? എപ്പോഴും അനന്തൻ ഇങ്ങനെ തന്നെ, ഒന്നും കണ്ടിട്ടില്ലാത്തതുപോലെ. ഗൗരവത്തോടെ പറയാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അവരെ നോട്ടം കണ്ടതും ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന് തുടുത്തു പോയവൾ. സത്യം പറഞ്ഞാൽ നിന്നെ എനിക്കൊട്ടും മതിയായിട്ടില്ലെന്നില്ല. വീണ്ടും വീണ്ടും നിന്നെ ഇങ്ങനെ സ്നേഹിക്കണമെന്ന് തോന്നുക. എൻ്റെ എത്ര വർഷത്തെ കാത്തിരിപ്പാണ്. ഇപ്പോൾ ഒത്തിരി ആവേശമെല്ലാം കാണും. അവളുടെ കവളിൽ മെല്ലിന്ന് ചുംബിച്ചവൻ പറയ സ്നേഹത്തോടെ ആ നെഞ്ചിലേക്ക് ഒന്നുകൂടി ഒതുങ്ങി അവൾ. ഒരു പ്രശ്നവും വരാതെ ഇങ്ങനെ സന്തോഷമായിട്ട് പോയാൽ മതിയായിരുന്നു അല്ല അനന്തേട്ടാ? അവൻ്റെ നെഞ്ചിൽ താടി കുത്തി വെച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി അവൾ. ജീവിതമല്ലേ നില? അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ മാത്രമല്ലേ പറ്റൂ. സുഖവും സന്തോഷവും ഒരുപോലെ വരും ജീവിതത്തിൽ. എന്നാലല്ലേ ഒന്ന് ബാലൻസായി നിൽക്കൂ. ഒരു ചിരിയുടെ അനന്തൻ പറഞ്ഞു കേൾക്കെ അതും കാര്യമാണെന്ന് തോന്നി അവൾക്ക്. എങ്കിലും ആ നിശാന്തിനെ പോലെയുള്ളതൊന്നും കൺമുന്നിൽ വന്ന് പെടരുത് എന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി. ഇവിടെ നമ്മുടെ ഓർമ്മകൾ മാത്രം മതി നില, വേറെ ആരും വേണ്ട. അവളെ ചിന്ത വഴി തെറ്റിപ്പോകുന്നു എന്ന് കണ്ടതും തന്നിലേക്ക് അവളെ കൂടുതൽ അടുപ്പിച്ചവൻ. ആ നെഞ്ചിൽ വീണ്ടും മുഖം ഒളിപ്പിക്കുമ്പോൾ അവൻ്റെ കൈകൾ അനുസരണയില്ലാതെ ആ ദേഹം മുഴുവനും ഒന്ന് പാഞ്ഞു കയറി. മതിയാകാഞ്ഞിട്ടല്ലേടി? അഞ്ജുവുമായി ബെഡിലേക്ക് മറിയുമ്പോൾ ഒരു സ്വകാര്യം പോലെ അവൻ പറഞ്ഞു കേട്ടതും ഒരു ചിരിയോടെ അവനെ സ്വീകരിച്ചവൾ. ഇതിപ്പോൾ എന്താ കാലം തെറ്റിയിട്ട് മഴ? ആ വീടിൻ്റെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് ചൂട് കോഫി കണ്ട അനന്തൻ്റെ വരവ്. അത് നോക്കി അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കോഫി വാങ്ങി പിടിച്ചു അഞ്ജു. അവളിൽ നോക്കി ആ അരികിലിരിക്കുമ്പോൾ വല്ലാത്ത ഒരു സമാധാനം നിറഞ്ഞു നിന്നു അവരിൽ. നമ്മൾ മാത്രമായിട്ട് ബോറടിക്കുന്നുണ്ടോ നിനക്ക്? പുറത്ത് പെയ്യുന്ന മഴയിൽ നോക്കി അനന്തൻ്റെ നെഞ്ചിൽ പുറം തിരിഞ്ഞിരുന്ന് കോഫി കുടിക്കുന്ന അഞ്ജുവിനോട് അനന്തൻ ചോദിക്കുമ്പോൾ അവളൊരു ചിരിയോടെ ഇല്ലെന്ന് കണ്ണു ചിമ്മി. കുറച്ച് ദിവസം നമുക്ക് ഇവിടെ നിൽക്കാടി, അത് കഴിഞ്ഞൊന്ന് കറങ്ങാം. എല്ലാം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ഒരു ദിവസം ലീവ് തരാൻ പോലും മടിയാകും ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്ക്. അനന്തൻ പറയുമ്പോൾ ഒന്ന് മൂളി അവൾ. അന്ന് അനന്തൻ ഡെസിക്ക് പൈസ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു തെറ്റ് അഭി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഞാനിപ്പോഴും അയാളുടെ കൂടെ ഉത്തമ ഭാര്യയെ ജീവിക്കുമായിരുന്നു അല്ലേ അനന്തേട്ടാ? എന്താടി
അഞ്ച് ചോദിക്കുമ്പോൾ അവളെ തനിക്ക് നേരെ തിരിച്ചുണ്ടെന്ന് കണ്ണൊട്ടി അനന്തൻ. ചോദിച്ചത് അനന്തേട്ടാ. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഈ അനന്തേട്ടൻ്റെ സ്നേഹം എങ്ങനെ അനുഭവിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോൾ ഒരു സങ്കടം. ആ സങ്കടമെല്ലാം ഞാൻ മാറ്റിത്തരാം. ഈ കോഫി ഇങ്ങ് കുടിച്ചിട്ട് റൂമിലേക്ക് പോകാം നമുക്ക്. അവളുടെ മുഖത്തെ വിഷമം കണ്ടതും അത് മാറ്റാൻ എന്നോണം കുസൃതിയോടെ പറഞ്ഞവൻ പൊക്കോണം. ഇപ്പോഴും ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ഒന്ന് കണ്ണൊട്ടി അന്നൻ്റെ കയ്യിൽ അടിച്ചവൾ. ആ വിചാരം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഈ കാണുന്നത് പോലെ ഒന്നുമല്ല. എനിക്ക് നല്ല പ്രായമുണ്ട്. ഉടനെ തന്നെ നമ്മളെ അച്ഛ എന്നും അമ്മയെന്നും വിളിക്കാൻ ഒരാൾ വരണം. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലേ. ആനന്ദൻ പറഞ്ഞു കേട്ടതും നിറഞ്ഞ മനസ്സോടെ അവനിലേക്ക് ചാഞ്ഞിരുന്നവൾ. ഓ, എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് വരുമ്പോഴേക്കും ഈ കാട്ടുറുമ്പ് വിളിച്ചോളും. ഇവൻ ഇതൊക്കെ എങ്ങനെയാണെന്തോ ഇത്ര കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അഞ്ജുവിന് നേരെ മുഖം താഴ്ത്താൻ നിന്നത്. ആനന്ദൻ്റെ ഫോണൊന്ന് ബെല്ലടിച്ചു. അതിൽ ശരത്തിൻ്റെ നമ്പർ കണ്ടതും ഒന്ന് പല്ല് കടിച്ചുണ്ടാകുന്ന പിറുപിറുത്തു. അത് കേട്ട ഒരു ചിരിയുടെ അഞ്ജു ഇരിക്കുമ്പോൾ തൻ്റെ ദേഷ്യമെല്ലാം ഫോണിലൂടെ ശരത്തിനോട് തീർത്തവൻ. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നൊരു ഭാവത്തിലായിരിക്കും ശരത്തി പോയി ഇരിക്കുന്നതെന്ന് ഓർത്തതും അഞ്ജു പൊട്ടിച്ചിരിച്ചു പോയി.